സാർ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തല വേഗം എടുക്കും സാർ. പോവാനല്ലോ പറഞ്ഞത്. സാർ ഒരു പീസ് എടുക്കണം സാർ. ഇവിടെ ഒന്നും വേണ്ട സാർ പ്ലീസ്. എടാ പോടോ സാർ സാർ ഓരോന്ന് ഇറങ്ങിക്കോളൂ. കയ്യും കെട്ടിയും ഇല്ല, ഈ നാട് ഗതി പിടിക്കത്തില്ല. ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ ബഹുമാനിക്കാത്ത ഈ നാട് ഒരിക്കലും ഗതി പിടിക്കത്തില്ല. അല്ല, ഓരോ സാധനങ്ങൾ ബാഗിനകത്താക്കി വീടിനുള്ളിൽ കൊണ്ട് കൊടുക്കുമ്പോ കള്ളന്മാരെ പോലെ നോക്കുന്നത്. ഈ നാട് നന്നാവില്ല. ഫാൽക്കം പ്രോഡക്റ്റ് ഇന്ദു. അതെ. അല്ല, ഞാൻ എന്താ ചെയ്യാ? ഇന്ദു പറ. ആകെപ്പാടാ ഈ ഒരു പീസേ ഉള്ളൂ. അയാൾക്കാണെങ്കിൽ 10-12 വേണമെന്നു. സ്ഥിരം കസ്റ്റമേഴ്സിനോട് ഞാൻ എന്ത് സമാധാനം പറയാ? നീ പറ. തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പോയി പണി നോക്കാൻ പറഞ്ഞു. ഓ, ഒരു റെപ്യൂട്ടഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ ഒക്കെ ഓരോരോ ബുദ്ധിമുട്ടേ. വെരി ഹോറിബിൾ. അല്ല, ഇന്ദുവിന് ക്ലാസ്സിൽ പോകുന്നവരായില്ലേ? നടന്നോളൂ. ഇന്ന് എത്ര രൂപയുടെ കച്ചവടം നടന്നു? അയ്യേ, കച്ചവടോ? എനിക്ക് സെയിൽസ് ഒന്നുമില്ല, സൂപ്പർവൈസിംഗേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കണ്ടായിരുന്നു സാറിന്റെ സൂപ്പർവൈസിംഗ്. ആട്ടോ സൂപ്പർവൈസറെ, എനിക്കൊരു 100 രൂപ കടം തരുമോ? ഓ, 100 മണീസ്. കുറച്ച് കുറയുവേ. ഓക്കെ, ഒരു 50. കുറച്ചുകൂടെ കുറയും. ഒരു 10. 10? ആ, 5 10. അല്ല, അതിപ്പോ എന്റെ സാറേ, വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട. സാറിന്റെ ഈ നാടകം ഒന്ന് പൊളിക്കാൻ വേണ്ടിയല്ലേ ഞാൻ തമാശക്ക് കടം ചോദിച്ചത്. ഇതാണോ തമാശ? സ്നേഹിക്കുന്നവരെ കാശിന്റെ കാര്യം പറഞ്ഞ് കുത്തി നോവിക്കുന്നതാണോ നിന്റെ തമാശ? എടി, നിന്റെ മുന്നിൽ മാത്രമേ എനിക്ക് ജയിക്കാൻ പറ്റൂ. അതിനുള്ള അവസരങ്ങൾ നീ എനിക്ക് താ. അത് തന്നെ ഞാനും പറയുന്നത്. ശ്യാം ജയിക്കണം. എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടക്കണം. ശ്യാം, വീട്ടില് വേറെ ആലോചനകൾ വരുന്നുണ്ട്. ഇങ്ങനെ പറയുന്ന പെൺപിള്ളാരോട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ പറയുന്നത് തന്നെ ഞാനും പറയുന്നു. ആദ്യം സ്ഥിരവരുമാനം കിട്ടുന്ന ഒരു ജോലി ആവട്ടെ, അതുവരെ നീ കാത്തിരിക്കണം. ശ്യാം എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. അയ്യോ, നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. ദേ ഇങ്ങോട്ട് നോക്ക്. ദേ നോക്കുന്നു. നിനക്ക് വേണ്ടി ഞാനും എനിക്ക് വേണ്ടിട്ട് നീയും. അക്കാര്യം നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന. നിങ്ങൾക്ക് മാത്രമല്ല, ഈ കോളനിക്കാർക്ക് എല്ലാം അറിയാം. അതെ, ഞാൻ അവിടുത്തെ മനസ്സിലായി. കൂടുതലൊന്നും നീ പറയണ്ട, അതൊരു അത്യാവശ്യ കാര്യം. എന്താടാ? വാ. വേണ്ട, ഇങ്ങനെ കിട്ടുന്ന കാശ് നമുക്ക് വേണ്ട. നമുക്ക് അയാളുടെ വീട് ഒഴിഞ്ഞ് വേറെ എവിടേക്കെങ്കിലും പോവാം. എവിടെ പോയാലും ഇതുപോലൊരു കോളനി, അസൂയയും കുശുമ്പും പാരവൊപ്പൊക്കെ ഉള്ളൊരു സ്ഥലം അല്ലേ? എടാ, നമ്മൾ മനസ്സുകൊണ്ട് ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന അവഗണനവും പുച്ഛവും പരിഹാസം മാത്രമല്ലേ ഉള്ളൂ. ഇക്കാലത്ത് മാന്യത എന്ന് വെച്ചാൽ പണം എന്ന അർത്ഥം. പണം ഉണ്ടെങ്കിൽ എന്തു തോന്നിവാസവും കാണിക്കാം. നാടോടുമ്പോ നടുവേ ഓടണം. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുകണ്ടം നോക്കി തിന്നണം. ദേ, ഈ കോളനി എന്ന് പറയുന്നത് ചേരയെ തിന്നുന്ന നാടാ. നമുക്ക് നടുകണ്ടം തന്നെ തിന്നാടാ. എടാ, ഈ ഭക്ഷ്യവിഷവാദം എന്നൊക്കെ പറയുമ്പോ എടാ, അത് എന്റെ പൊന്ന് ശ്യാമേ, ഭക്ഷണമേ കഴിക്കാൻ പറ്റാത്തവരാ ഈ മഹാരാജ്യത്തിൽ അധികവും. വിശപ്പടക്കാനുള്ള ആഹാരമല്ലല്ലോ, ആഹ്ലാദം പങ്കുവെക്കാനുള്ള സദ്യ ഇവിടെ വിളമ്പുന്നത്. ആ സദ്യയിൽ നമ്മൾ ഒരല്പം പൊടി വിതറുന്നു. ദൈവത്തിനാണ് സത്യം, ദൈവം നമ്മളോട് പൊറുക്കത്തേ ഉള്ളൂ. എടാ, വല്ല അത്യാഹിതം സംഭവിച്ചാലോ? അത്യാഹിതോ? ഇവർക്കോ? എടാ, ഈ കോളനിക്കാരെ കുറിച്ച് നിനക്കറിയാവല്ലോ. വിഷം കഴിച്ചാൽ വിഷത്തിന് എന്തെങ്കിലും ദോഷം വരുത്തുന്ന ജാതികളാ. കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. ചെറിയൊരു പൊടി പ്രയോഗം ഉള്ളൂ. 1-2 ദിവസം ആശുപത്രി കിടക്കും. മട്ടനും ചിക്കനും ഒക്കെ കഴിക്കുന്നവരല്ലേ, അവരുടെ വയറൊന്ന് ക്ലീൻ ആവട്ടടാ. ഒരു മെഗാ വയറിളക്കം, മെഗാ ഹിറ്റ് ഡിസെൻട്രി. അത്രേ ഉള്ളൂ. പ്രകാശ് സാറ് ഹാപ്പി, നമ്മളും ഹാപ്പി. എടാ, അതല്ല, ഒന്നുകൂടെ ആലോചിച്ചിട്ട്. എടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? എടാ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാകട്ടെ. ഏതായാലും വിവാഹ വാർഷിക സദ്യക്ക് നമ്മൾ ഭക്ഷ്യവിഷവാദം ഉണ്ടാക്കുന്നു. ഉറപ്പ്. വേഗം വിടറാ. നിർത്ത്. ഇറങ്ങിക്കോ. ക്ലോസ് ഇട്ടോ.
ചാക്കോച്ചൻ വരുന്ന സമയമായി. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ പണി തുടങ്ങണം. ഇവിടെ കുറച്ച് വൃത്തിയുള്ള സ്ഥലാ. അതങ്ങോട്ട് മുഖത്തുനിന്ന് മാറ്റിട്ട് പറ. അല്ല, ഇവിടെ വാരി വിതറാന്ന് പറയായിരുന്നു. എന്നാ പിന്നെ നമുക്ക് സംസാരിച്ച് സമയം കളയണ്ട. നമ്മുടെ ഈ സാമൂഹ്യ വിരുദ്ധ സത്യസന്ധ സന്നദ്ധമായിട്ടുള്ള ഈ സേവനം ഇവിടെ ആരംഭിക്കാം. യെസ്, സ്റ്റാർട്ട്. ഇവിടെ എന്റെ മനസ്സിൽ ചെറിയൊരു ഐഡിയ തോന്നുന്നുണ്ട്. സ്വാമിയേ! അയ്യോ, അയ്യോ. എടാ, ഒരു നല്ല കാര്യം തുടങ്ങുമ്പോ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഉടക്കണ്ടേ? എടാ മണ്ടന്മാരെ, അയാൾ ഈ വഴിയിലെ നടന്നു വരുന്നത്. എടാ, കാല് കൊണ്ട് കയറില്ലേ? എടാ മണ്ട, അതിനല്ലേ കൈ ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്. കൈ കൊണ്ട് കയറുന്ന കാര്യമല്ല പറഞ്ഞത്, അങ്ങേറെ കാലിൽ കൊണ്ട് കയറുന്ന കാര്യമാ. ആരുടെ? ചാക്കോച്ചന്റെ. അയ്യോ, അത് ശരിയാണല്ലോ. ചാക്കോച്ചോട് ചൂടാ വരാൻ പറഞ്ഞാൽ പടാ, പടാ, പടാ. എടാ, നമ്മൾ വിധ്വംസ പ്രവർത്തകരല്ലേ? ആ. വിധ്വംസ പ്രവർത്തകർ സെന്റിമെന്റ്സ് പാടില്ലടാ. അങ്ങോട്ട് വാരി വാരി വിതരണ അങ്ങോട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാള് വരുമ്പോ നപുംസക പ്രവർത്തകരായി നമ്മൾ അല്ല എന്തോന്ന് പറഞ്ഞോളൂ. വിധ്വംസ പ്രവർത്തകർ. ആ പ്രവർത്തകരായി നമ്മൾ ഈ റോഡ് ക്ലീൻ ചെയ്യുന്നതായിരിക്കണം അങ്ങനെ കാണേണ്ടത്. നീ ആ കുപ്പി അങ്ങോട്ട് വാരി വെതറ്. ഇവിടെ മൊത്തം ചിപ്പിക്കുളുകളാ. ചിപ്പിക്കുളുകൾ? അല്ല, ചിപ്പിക്കുളല്ല, കുപ്പിച്ചീളുകളാ. നിങ്ങളൊക്കെ ആരാ? ഞാൻ കുറച്ചു കാലം നാട്ടിലില്ലായിരുന്നുകൊണ്ട് എനിക്ക് ആരെയും പരിചയമില്ല. പലരും ഞങ്ങളെ കാണാറില്ല. ഏത് സമയത്തും ഇതുപോലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി നഗരത്തിന്റെ വിവിധ കോണുകളിൽ കറക്കമായിരിക്കും ഞങ്ങൾ. അനീതിയും അക്രമവും ചപ്പു ചവറുകളും എവിടെ കണ്ടാലും ഞങ്ങൾ തുടച്ചു നീക്കും. വെരി ഗുഡ്. അതെ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാരിൽ നിന്നും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നിങ്ങൾ ഈ കാണിക്കുന്ന സേവന സന്നദ്ധത. ക്ലീൻ സിറ്റി എന്ന് എഴുതി കാണിച്ചുകൊണ്ട് മാത്രം നഗരം വൃത്തിയാവുന്നില്ലല്ലോ സാർ. Correct. ചവറുകൾ തേടി ഞങ്ങൾ നഗരത്തിന്റെ പല കോളനികളിലും ചെന്നിട്ടുണ്ട്. പക്ഷേ ആരോഗ്യ കാര്യങ്ങളിൽ ഇത്രയധികം ശ്രദ്ധ ഊന്നുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല, അല്ലേ? നിങ്ങളെ പോലത്തെ ചെറുപ്പക്കാരുടെ സേവനം ഈ കോളനിക്ക് ആവശ്യമുണ്ട്. ഇന്ന് സമയം കിട്ടുമ്പോൾ എന്റെ വീട്ടിലേക്ക് വരണം. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് സമയമില്ല സാർ. ഇന്ന് 2 ഓടകൾ, 2 പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ, 4 കക്കൂസ്, പിന്നെ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ ഒരുപാട് ജോലിയുണ്ട്. ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, നാളെ വരാം, അല്ലേ? അതെ, വരാം. വരണം. വരും. 72 നമ്പർ വീടിന്റെ വാതിൽ നിങ്ങൾക്കായി തുറന്നു കിടക്കും. ഓ, എന്നാ സാർ അങ്ങോട്ട് പോകും. ഞങ്ങൾ പിന്നാലെ നടന്നു വരാം. അങ്ങനെ സാർ നമ്മളെ വണ്ടി കേറിയടാ. ഇനി വീഴാതെ സൂക്ഷിച്ചോണം. ഞങ്ങളൊക്കെ ഇവിടുത്തെ പുതിയ അന്തേവാസികളാണെങ്കിലും കോളനിക്കാർ പറഞ്ഞു ചാക്കോസാറിനെ അനമച്ചേട്ടനെയും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ അങ്ങനെ ഈ കോളനിക്കാരുമായിട്ട് സഹകരിച്ചിരുന്നതേ. അച്ചായൻ അന്ന് ഈ കോളനിയിലെ പേരുകേട്ട പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോഴത്തെ പ്രസിഡന്റ് എങ്ങനെയുണ്ട്? കണക്കാ. ചേച്ചി വാ, ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോ. അയ്യോ വേണ്ട, ഇനി ഒരിക്കലാവാം. ഈ കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നല്ല മുഖപരിചയം. കാണും. മിക്കവാറുമുള്ള എല്ലാ സീരിയലിലും കക്ഷി അഭിനയിക്കുന്നുണ്ട്. ആ, അങ്ങനെ വരട്ടെ. അതാ എനിക്ക് മുഖപരിചയം തോന്നിയത്. ഏതാ പുതിയ സീരിയല്? ഇപ്പൊ ഒരു പുരാണ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക, താടകയുടെ വേഷത്തിൽ. അയ്യോ, താടകയുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് ആ സുമയുടെ വീട്ടിലൊന്ന് പോണം. മറ്റന്നാ എല്ലാരും വീട്ടിലേക്ക് വരണം കേട്ടോ. തീർച്ചയായിട്ടും. ചേച്ചി തിരക്കി ആള് വരുന്നുണ്ട്. അവിടെ ഒരു ആഡംബരം കണ്ടില്ലേ? പ്രസിഡന്റിന്റെ ഭാര്യയായിട്ട് നീ ആദ്യം നാളെ ഈ കോളനി കടന്ന് വിലസത്തില്ലടി. തള്ളച്ചി, കോളനിക്കാരെ വശത്താക്കാൻ തലവഴി തുണിയിട്ട് ഇറങ്ങിയിരിക്കാണല്ലേ മുതുക്കി. അയ്യോ, ചേച്ചിയുടെ കാര്യം ഞാൻ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് ചേച്ചി അമേരിക്കയിലെ വിശേഷങ്ങള്? നല്ല വിശേഷം. ഞാനേ വളരെ ബേബി ആയിരുന്നപ്പോ പോയതാ. 1st മുതൽ 7th വരെ അമേരിക്കയിലെ UP സ്കൂളിലാണ് പഠിച്ചത്. അമേരിക്കയിലെ UP സ്കൂളിലോ? ആ അതെ, USA UP സ്കൂൾ കേട്ടിട്ടില്ലേ? ആ ചേച്ചി, ചേച്ചി ഒരുപാട് അങ്ങ് വയസ്സായി പോയി കേട്ടോ. അതെല്ലേ, ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ മനഃപൂർവ്വം വയസ്സാക്കിയതാ. ചേച്ചി, ഞാനും ചേട്ടനും കൂടി ചാക്കോ സാറിനെയും ചേച്ചിയും കണ്ട് ആശംസകൾ അർപ്പിക്കാൻ വൈകുന്നേരം അങ്ങോട്ട് വരുന്നുണ്ട്. ഓ ആയിക്കോട്ടെ. മറ്റന്നാളത്തെ ഫംഗ്ഷൻ കാണില്ലേ? ഇല്ല. അതെന്താ ചേച്ചി? കോളനി പ്രസിഡന്റിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വേണ്ട ചടങ്ങ് നടത്താൻ? എന്റെ ചേട്ടൻ ഒരു സർക്കിൾ ഇൻസ്പെക്ടറായി പോയില്ലേ, കള്ളനെ പിടിക്കാൻ ജാർഖണ്ഡിലേക്ക് പോണം. നേതാവിന്റെ വീട്ടിൽ കള്ളം കയറിയിട്ട് എന്തായി ചേച്ചി? അയ്യോ, അത് അപ്പൊ ഈ കോളനി കള്ളന്മാര് കയറി തുടങ്ങിയോ?
സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ കോളനിയില് കള്ളന്മാര് കേറുവോ? അതിനെന്താ, പ്രകാശ് ചേട്ടൻ നല്ലൊരു കള്ളനെ കണ്ടുവച്ചിട്ടുണ്ട്. ഉടനെ വലയിലാക്കും. ആ, എനിക്ക് ചേച്ചിയോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് വീട്ടിലേക്ക് പോവാം. ശരി, വാ ചേച്ചി. ഇതൊക്കെ ആരല്ലാട്? നീയൊക്കെ വന്നിട്ട് തോന്നെ നേരായിട്ട്. അല്ല, ഇപ്പൊ ഒന്നേ ഉള്ളൂ. അപ്പൊ എന്തിനായി കാര്യങ്ങള്? ചാക്കോച്ചൻ വീണു. വീഴുന്ന എവിടെ വീണ? വല്ല ഒടുവ ചതവാലും ഉണ്ടാ? എങ്ങും വീണില്ല സാർ. ഞങ്ങള് വിരിച്ച വലയില് ചാക്കോച്ചൻ വീണു. അയ്യോ, ഞാൻ വല്ലാതെ മോഹിച്ചു പോയി. അല്ല, ഇത് എത്ര പെട്ടെന്ന് എങ്ങനെ സഹായിച്ചടേ? അത് പിന്നെ ബുദ്ധിപരമായ ചില നീക്കങ്ങളിലൂടെ ഞങ്ങൾ ചാക്കോച്ചനെ വലയിൽ വീഴ്ത്തി. നാളെ ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുക. തന്നെ? അതെ. അത് ബെസ്റ്റ്. ഇനി നിങ്ങൾ അവിടെ ചെന്ന് ചാക്കോച്ചന്റെ വീടുമായി അഗാധമായ ഒരു അടുപ്പം ഉണ്ടാക്കണം. അങ്ങനെ ആയാൽ സംഗതി നമ്മൾ വിചാരിക്കുന്നിടത്തെത്തും. അല്ല, അതൊക്കെ ഞങ്ങൾ ഏറ്റു. പക്ഷേ എന്തൊരു പക്ഷേടെ സാർ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത്. ഇവ എന്തിനടേ ഈ പറയണത്? എടാ, ഞാൻ പിന്നെ എന്തിനടേ കാക്കികളുള്ള യൂണിഫോം ഇട്ടുകൊണ്ട് തേരാപാരാൻ നടക്കണത്? നിങ്ങൾ ധൈര്യമായിട്ടിരി, ഞാൻ ഉണ്ട് കൂടെ. അപ്പൊ നാളെ മുതൽ ചാക്കോച്ചന്റെ വീട് നിങ്ങളുടെയും കൂടെ വീടാണ്. ഇന്നലെ മുഴുവനും ഇവിടെ ഒരാൾക്ക് നിങ്ങളെ കുറിച്ച് പറയാനേ നേരം ഉണ്ടായിരുന്നു. ആണോ? പറഞ്ഞ് എനിക്കിപ്പം നിങ്ങളുടെ പേര് കാണാ പാടാ. സത്യം പറയാലോ, ഞാൻ നിങ്ങളെ നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു. അതിനെ ഓരോന്നിനും ഓരോ സമയമുണ്ട്. ആ, ഇല്ലേ അത് മോനെ? അമ്മച്ചി പറഞ്ഞത് നേരാ. സാധാരണ പത്രക്കാരുടെയും ടി വിക്കാരുടെയും ക്യാമറയ്ക്ക് മുമ്പിൽ സാമൂഹ്യ സേവനം നടത്താനാണ് എല്ലാവർക്കും താല്പര്യം. ചെറുപ്പക്കാരായ നിങ്ങൾ അവർക്കൊരു മാതൃകയാണ്. സാറിനെ പോലുള്ള ഒരാളോടൊപ്പം ചേർന്ന് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്യാൻ സാധിച്ചാൽ അതിനൊരു അവസരം കിട്ടിയ ഞങ്ങളെപ്പോലുള്ള ഒരു കൃതാർത്ഥരായി. ഇറച്ചിക്കറി ഇച്ചിരൂടെ ഒഴിക്കട്ടെ? എങ്ങനെയുണ്ട്? വിഭവങ്ങൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്ന്? നമ്മുടെ ആയുസിൽ ഇത്രയും നല്ല ആഹാരം നമ്മൾ കഴിച്ചിട്ടില്ല. അതെ അതെ അതെ. പാചകത്തിന്റെ കാര്യത്തിൽ അന്നാമ്മയ്ക്ക് അപാര കൈപുണ്യമാണ്. ചാക്കോ സാർ ഭാഗ്യം ചെയ്ത. ബൈ ദ ബൈ, ഈ വരുന്ന 20-ാം തീയതി ചാക്കോ സാറിന്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? അതെ, ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് ക്ഷണിക്കാനിരിക്കുകയായിരുന്നു. സ്വന്തം മക്കൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ ക്ഷണിക്കേണ്ട കാര്യം പിന്നെ അല്ലാതെ. പരീക്ഷാ തിരക്കിൽ കോയമ്പത്തൂരുള്ള മക്കൾക്ക് എന്തായാലും ചടങ്ങിനെത്താൻ സാധിക്കത്തില്ല. അപ്പൊ പിന്നെ ആ മക്കളുടെ സ്ഥാനത്ത് നിന്ന് ചടങ്ങൊക്കെ മൂടിയാക്കി നടത്താൻ ചാക്കോ സാറ്, അല്ല അപ്പച്ചൻ, ഞങ്ങളെ അനുവദിക്കണം. എന്താ വിളിച്ചേ? പറ, എന്താ വിളിച്ചേ? അപ്പച്ചൻ. എന്നെ ഒരു അമ്മച്ചിന്നല്ലേ വിളിച്ചത്? തൃപ്തിയായി, എനിക്ക് തൃപ്തിയായി. എനിക്ക് പിറക്കാതെ പോയ മക്കളാണ് നിങ്ങൾ. ഞങ്ങളുടെ 30ാമത് വെഡിങ് ആനിവേഴ്സറിയുടെ എല്ലാ മേൽനോട്ടവും ഞാൻ എന്റെ ഈ മക്കളെ ഏൽപ്പിക്കുന്നു. ഈ അന്നവും അന്നാമ്മയും സാക്ഷി. സർ, കഴിഞ്ഞ മാസം സാറിന്റെ കോളനിയിലെ നേതാവിന്റെ വീട്ടിൽ കയറി മോഷ്ടാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇക്കണക്കിന് കൊമ്പനക്കൽ ജുവലേഴ്സിലെ മോഷണ കേസുമായിട്ട് അവന് പങ്കുണ്ടാവും. അവൻ എന്റെ മുറിയിലോട്ട് വിട്. പക്ഷെ അവൻ കുറ്റം ഞാൻ സമ്മതിക്കില്ല. സമ്മതിപ്പിച്ചോളാം, അവൻ എന്റെ മുറിയിലോട്ട് വിടുതാൻ. ശരി സർ. ഓഹോ, ഇവനാണ് ആള്. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തോളാം, ഇയാൾ പൊക്കോളൂ. ഇങ്ങോട്ട് നീങ്ങിയില്ലേ? ജവഹർ നഗർ കോളനിയിൽ എത്ര വീടുകളിൽ നീ കയറിയിട്ടുണ്ട്? 2 വീട് സാർ. 2 വീട്ടിലോ? അതെ. കോളനിയിലെ നേതാവിന്റെ വീട്ടിൽ കയറിയത് നീയാണോ? ഞാൻ തന്നെ. പക്ഷേ ഞാൻ അറിഞ്ഞില്ല സാർ. എന്തോന്ന് അറിഞ്ഞില്ല? കുനിഞ്ഞു നിന്ന് ഇടികൊള്ളുന്നതിനിടയില സാർ സാറുമാര് പറഞ്ഞത് സാറാണ് അവിടുത്തെ പ്രസിഡന്റ് എന്ന്. അതൊക്കെ പോട്ടെ. സാധാരണ വീട്ടുകാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടല്ലേ നീ മോഷണം നടത്താറ്? നേതാവിന്റെ വീട്ടിൽ കയറിയിട്ടെന്താ അയാളെ നീ ഉപദ്രവിക്കാതെ പോകുന്നത്? അത് പിന്നെ ഏതായാലും കുറച്ച് ദിവസം നീ അകത്ത് കിടക്കേണ്ടി വരും. പുറത്തിറങ്ങിയാൽ നീ ആദ്യം ജവഹർ നഗർ കോളനിയിൽ വരണം. ആ നേതാവിന്റെ വീട്ടിൽ ഒന്നുകൂടെ കയറണം. വന്നിരിക്കുന്നു. ഇത് ഞാനാന്ന്.
നീ ആയിരുന്നു. ഞാൻ കരുതി മറ്റവനായിരിക്കും. യവൻ ആ CI പ്രകാശ് കുമാറിന്റെ വാലയെ തൂങ്ങി കിടക്കുന്ന ഒരു എംബോക്കില്ലേ, എന്തുവാ അവന്റെ പേര്? മണിയൻ. അവൻ തന്നെ. അവൻ എന്നെ ഫോൺ വിളിച്ച് ഭീഷണി മുഴക്കിയിരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാ? എവളാണ് ഫോൺ എടുത്തത്? പറയടി. അവൻ എന്താ ഫോണിൽ കൂടെ പറഞ്ഞത്? ചാക്കോച്ചനെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി കോളനിയിലുള്ളവരെ നമ്മൾ സ്വാധീനിക്കാൻ ശ്രമിച്ച ഞങ്ങളെ അവരിവിടുന്ന് കെട്ടുകെട്ടിക്കൊന്നു. ആ പിത്തക്കാടി CA പ്രകാശിന്റെ ബലത്തിലാണ് ഇവ ഇവിടെ കിടന്ന് വിരിയുന്നത്. അശനെ, മിക്കവാറും എനിക്കിവനെ മോർച്ചറിയിലേക്ക് സ്പോൺസർ ചെയ്യേണ്ടി വരും. വാ ഇരി, നമ്മളെ വീടല്ലേ ആശാന. ഇരിക്കാൻ നോക്കേ, പുറത്തിരുന്ന് സംസാരിക്കാം. വളരെ സീക്രട്ട് ആയിട്ടുള്ള കാര്യം ചർച്ച ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നേ. അതല്ലടാ, നമുക്ക് പുറത്ത് സംസാരിക്കുന്നു. ഇതിനകത്ത് ഇച്ചിരി വെള്ളം കോരി വെച്ചൂടാ ചേച്ചി? ഇതായത് അങ്ങോട്ട് വെച്ചേ. എടാ പറ്റിക്കാണ്, കൊടും ചൂടല്ലേ. ആ ചേച്ചി, ഒരു നാരങ്ങ എടുത്ത് പിടിഞ്ഞ ഭയങ്കര ദാഹം. ഇങ്ങോട്ട് വന്നിരുന്നേ, ഒരു കാര്യം പറയട്ടെ. എന്തോ ഞാനാണ് പറയുന്നത്, നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. ഞാൻ പറയട്ടെ, ഇങ്ങോട്ട് ഇരി. എന്ന് വെച്ചാ ഇനി അപ്പുറത്ത് ബെഡ്റൂമിലേ ഇരിക്കത്തുള്ളൂ. അയ്യോ, കേറി ഇരിക്കാൻ കണ്ട ഒരു സ്ഥലം മോശം. ഇങ്ങോട്ടോ. എന്തുവാ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി ഇരിക്കരുതെന്ന്. അത് ഭാരതിക്ക് ഇഷ്ടമല്ലെന്ന്. അയ്യോ ചേട്ടാ, അത് ചേട്ടന്റെ തോന്നലാണ്. ചേച്ചിക്ക് അങ്ങനൊന്നുമില്ല. എന്നാ എനിക്കുണ്ട്. നീ വന്ന കാര്യം പറ. അതെ, ഇനി വന്നേ. ഇലക്ഷൻ വരികയാണ്. പുഴുത്തുരുമ്പ് വേലകളൊക്കെ കാലേ കൂട്ടി നമുക്ക് പ്ലാൻ ചെയ്യണ്ടേ? ഇലക്ഷനോ? ഏത് ഇലക്ഷൻ? അയ്യോ, ഇത് ഒടുക്കത്തെ മറവിയാണല്ലോ ഇത്. ചേട്ടനല്ലേ പറഞ്ഞ കോളനിയിൽ ഇലക്ഷൻ വരികയാണ്, ചാക്കോച്ചനെ നിർത്തി മത്സരിപ്പിക്കണമെന്ന്. അതിനിപ്പോ ആര് വേണ്ടെന്ന് പറഞ്ഞു? എന്തട്ടിമറി നടന്നാലും ചാക്കോച്ചനായിരിക്കണം ഈ കോളനിയിലെ അടുത്ത പ്രസിഡന്റ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കോളനിയിലുള്ളവരെ മേച്ചോണ്ട് നടക്കാൻ ചാക്കോച്ചന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പ്രസിഡന്റ് ആയാലും ഭരണം നടത്തുന്നത് ചാക്കോച്ചനായിരിക്കില്ലല്ലോ. പിന്നെ ആര്? ചാക്കോച്ചൻ പ്രസിഡന്റ് ആയിരുന്നാലും ഈ കോളനിയുടെ ഭരണചക്രം തിരിക്കുന്നത് ചേട്ടൻ്റെതാ ഇതല്ല ആ കൈ കിടന്ന ഈ വിരലിൽ കിടന്നിട്ടായിരിക്കും. ആണോ? എന്നാ നാളെ തന്നെ നമുക്ക് ഈ കോളനിയിലെ വീടുകളിൽ കയറി സ്ക്വാഡ് വർക്ക് നടത്തണം. വേണം. ഈ വീടിന്റെ ഐശ്വര്യം ചാക്കോ സാറും അന്നാമ്മ ചേട്ടത്തി എന്നൊരു സ്റ്റിക്കർ കൂടി അടിച്ച് ഓരോ വീടിന്റെയും വാതിലിൽ ഒട്ടിച്ചാൽ പരിപാടി ഗംഭീരമായിരിക്കും. നാളെ തന്നെ പ്രസ്സിൽ പോയി അതിന്റെ ഏർപ്പാട് ചെയ്യണം. പൈസ ഞാൻ കൊടുക്കാം. ഇല്ലേ, ഒരു 500 രൂപ എന്താ? പിന്നെ പ്രസ്സിൽ അഡ്വാൻസ് കൊടുക്കണ്ടേ? നിനക്ക് പോണ്ടേടേ? പിന്നെ ഞാൻ ഇവിടെ അങ്ങ് ചുരുണ്ട് കൂടാന്ന്. എവിടെ ചുരുണ്ട് കൂടാന്ന്? നമ്മക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാന്ന്. അങ്ങനെ നീ ഇപ്പൊ കിടക്കണ്ട. അതെന്താ ചേട്ടാ അങ്ങനെ പറയുന്നത്? എടാ, ഈ കോളനിയിലെ ഒരേ ഒരു നേതാവ് ഞാനാ. എന്നെ ഓവർടേക്ക് ചെയ്തുകൊണ്ടുള്ള നിന്റെ ഇതുപോലുള്ള വേലത്തരങ്ങൾ ഉടനെ നിർത്തിക്കോണം. ചേട്ടാ, നമ്മൾ ഒരു പായിലുണ്ട് ഒരു പാത്രത്തിൽ കിടന്നുറങ്ങിയ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. തൽക്കാലം നീ പോകാൻ നോക്ക്. എടാ, നമുക്ക് നാളെ കാണാമെന്ന്. അല്ല, അപ്പൊ മറ്റേ 500 രൂപ? എടാ, അത് പിന്നെ നാളെ തരാം. അപ്പൊ പ്രസി കൊടുക്കണ്ടേ? എടാ, പ്രസി കൊടുക്കാൻ ഞാനിവിടെ നോട്ട് അടിച്ചു വെച്ചിരിക്കുന്നു. ഇത് വലിയ പാട് തന്നെ കേട്ടാ. കാശ് വാങ്ങിക്കുമ്പോ നിങ്ങൾക്ക് ഭയങ്കര മുട തന്നെ. ഭരതി, കഥ കടച്ചേരെ. ഹലോ, എന്താണ് പാതിരാത്രിയിൽ ഒരു ഊര് ചുറ്റല്? വല്ലോ അടിച്ചു മാറ്റാൻ തന്നെയാണാ? നിനക്ക് എന്തിന്റെ കേടാടേ? ഞാൻ അടിച്ചു മാറ്റുകയോ ചോദിച്ചു വാങ്ങിക്കുകയോ ചെയ്യും. ഏതായാലും ഇതിന് രണ്ടിനും പറ്റിയ ഉൾപ്പെടി നിന്റെ കയ്യിലോ നിന്റെ കുടുംബത്തിന്റെ കയ്യിലോ ഇല്ലല്ലോ. നീ എന്നെ എന്തുവാണ് പറഞ്ഞോ? പക്ഷെ എന്റെ കുടുംബത്തിൽ കയറി കളിച്ചാണല്ലോ. ഞാൻ സൈക്കോ, ഞാൻ മഹാ പെസകാണേ. ഞാൻ പറഞ്ഞല്ലോ, നീ ചോദിച്ചു മേടിച്ചല്ലേ? മണിയാ മണിയാ എന്തേ എന്തുവാന്ന് പറ. പിന്നെ നിന്റെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു 500 രൂപ വേണോ? നേരത്തെ പറഞ്ഞോണ്ട് ഒരു മിനിറ്റ്. 500 എന്ന് നീ ഉദ്ദേശിച്ചത് ഇതല്ലേ? അതെ, അടുത്ത ആഴ്ച തരാം. ചേട്ടാ, എത്ര രൂപ ആയി? 5 രൂപ. ഇത് 500 രൂപ ചില്ലറയില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യ്, പിന്നെ തരാ, എഴുതിക്കോ.
അത് പോട്ടെ, ചേട്ടന് കാശ് വല്ലതും വേണോ? വേണ്ട. അല്ല, നീ എന്നാലും എനിക്ക് താ. ഇരിക്കട്ടെ. രാത്രിയിൽ ചേട്ടൻ എന്തായാലും അത്യാവശ്യ കാര്യം വന്നാലോ? ആ വേണ്ടെന്ന് പറഞ്ഞില്ലേ. ഇരിക്കട്ടെ. നല്ല പുളി. ഏ? എടാ ആവശ്യക്കാരന് തന്നിട്ട് പോടാ. വെറുതെ അല്ലല്ലോ, ചോദിച്ചിട്ടല്ലേ. അയ്യോ, എന്തോന്നിന്? എടാ ചാക്കോ സാറിന് സ്റ്റിക്കർ അടിക്കാനാണ്. ഓ, ചാക്കോച്ചന് നിക്കറടിക്കാൻ ഞാൻ 500 തരണമെന്നാ? പോവാ, വേണമെങ്കിൽ ഞാൻ മിച്ചം വെച്ച പകുതി ദോശയുണ്ട്, അതെടുത്ത് വെച്ച് കയറ്റി. ഡാടാ, സർക്കാർ 500 രൂപ നോട്ട് മാത്രമല്ല ഇറക്കിയിട്ടുള്ളത് കേട്ടാ. 1000 ഉണ്ട്, അത് നീ മറക്കണ്ട കേട്ടാ. ചേട്ടാ ഒരു ചായ. അത് ചേട്ടാ എടുക്കണ്ടേ? ബൂസ്റ്റ് ഉണ്ടാ? ഇല്ല. ഇല്ലേ? ഹോർലിക്സാ? ഇല്ല. ഇല്ല. ബോൺവിറ്റെങ്കിലും ഉണ്ടാ? ഇല്ലാന്ന്. ഇതൊന്നും ഇല്ലാതെ എനിക്ക് രാത്രി പറ്റത്തില്ല കേട്ടാ. ഇവിടെ ചായയേ ഉള്ളൂ. ആണല്ലേ? ഇതിന്റെ പൈസ അവൻ തന്നല്ലേ? ഓ അതിന്റെ ആവശ്യം. ദമ്പതികൾക്ക് ജവഹർ കോളനിയുടെ 1000 ആശംസകൾ. കുറിക്കൊള്ളുന്ന വാചകങ്ങൾ. ഇതൊക്കെ എഴുതി എന്നെ സമ്മതിക്കണം. കൊടുകൈ. അയ്യേ. ഹലോ, വിവാഹ വാർഷികമാണോ അതോ വിവാദ വാർഷികമാണോ? പ്രചരണ പരിപാടിയൊക്കെ തുടങ്ങിയ? തുടങ്ങി. ഇതെന്തോന്ന് 3000 വിവാഹ വാർഷികം? 30ാം വിവാഹ വാർഷികം എന്നാണ്. അതിരിക്കട്ടെ, നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കാണണോന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ. കാണാം. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണല്ലോ. അതൊക്കെ പോട്ട്, ഇത് ആരോട് ചോദിച്ചിട്ടാണ് ഈ പോസ്റ്റർ ഇവിടെ കൊണ്ടൊട്ടിച്ചത്? ആരോട് ചോദിക്കണം? ആരോടൊക്കെ ചോദിക്കും? ആരോടും ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് ചോദിച്ചിട്ട് മതി ഇവിടെ ഈ പോസ്റ്റർ ഒട്ടിപ്പ്. ചോദിക്കാതെ ഒട്ടിച്ചാ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? എന്തൊക്കെ ചെയ്യും? എന്ത് വേണമെങ്കിലും ചെയ്യും. പ്രകാശ് കുമാറിന്റെ വീട്ടിലെ എച്ചിൽ നിന്നിട്ട് നീ എന്റെ നേരെ കുറയ്ക്കരുതേ. നീ എന്റെ ആശാനെ ഫോണിൽ വിളിച്ച് തെറി പറയും അല്ലേ? നീ എന്റെ പോസ്റ്റർ കീറുമല്ലേ? എടാ ഇതൊക്കെ ക്ഷമിക്കാനേ ബാലപ്പന്റെ ശവത്തിന് മാത്രമേ കഴിയൂ കേട്ടാ. നീ പോ. അങ്ങനെ പോവാൻ പറ്റട്ടെ. ഈ പോസ്റ്റർ ഇവിടെ ഒട്ടിക്കാൻ പറ്റൂല. പോസ്റ്റർ ഇവിടെ ഒട്ടിക്കൂ. എന്നാ ഞാൻ ഇത് കീറും. നീ ഈ പോസ്റ്റർ കീറത്തിലൊന്ന് കീറി നോക്കാം. നീ എന്റെ പോസ്റ്റർ വലിച്ചു കീറിയ കീറും. അടുത്തത് സോറി ആശാൻ. ദൈവമേ, തലച്ചോറ് പൊട്ടി ഒലിച്ചല്ല. തലച്ചോറല്ലേ, ഗമ്മാണ്, ഗമ്മ്. നിങ്ങൾ ആരൊക്കെ? എനിക്ക് കണ്ടുകൂടല്ല. ആരുടെ നീയൊക്കെ?